ഹലോ, എല്ലാവർക്കും ഷിജാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതെന്താന്ന് ഇപ്പം മനസ്സിലായില്ലല്ലോ ആർക്കും. അന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ പേരാണ് പിലോസ്താൻ. പിലോസ്താൻ എന്നാ പേര് കേട്ടോ. അപ്പം അന്ന് പേരറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, പൂവൊക്കെ നിന്നങ്ങ് വാടി കേട്ടോ. ഇത് 2-3 ദിവസമായി വിരിഞ്ഞിട്ട്, ഈ പൂ വിരിഞ്ഞിട്ടേ 2-3-4 ദിവസം നിൽക്കുന്ന പൂവാണ്. അപ്പം നമുക്ക് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. പലഹാരമല്ല, പലഹാരം എന്ന് പറയാൻ പറ്റൂല, അവലോസ് പൊടി അങ്ങനെ പറയാം. അപ്പം അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പയിൽ വെച്ചു. അപ്പം അതങ്ങ് കത്തിച്ചു കൊടുക്കാവേ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അരി ഇടാം. ഇപ്പം അരി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും എല്ലാവർക്കും അല്ലേ? സ്റ്റൗ തുടച്ചില്ല, അതുകൊണ്ട് സ്റ്റൗവിൽ ഇച്ചിരി അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വൈകിട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്റ്റൗ തുടയ്ക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതാണ്ട് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കത്തേ ഉള്ളൂ. ഇവിടെയൊന്നും അഴുക്കില്ല, ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും തുടയ്ക്കുന്നതോ. അതിൻ്റെ ഉള്ളിൽ മാത്രം ഇച്ചിരി പൊടി അഴുക്കുണ്ട്. അത് കൂടുതലും സ്റ്റൗ ഇച്ചിരി പഴയതായതുകൊണ്ട് അതിൻ്റെ പൊടിയും കൂടെ ആണേ. അപ്പം നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇച്ചിരി അരിയിട്ട് കൊടുക്കാവേ. ഒന്നും നമുക്കിപ്പോൾ 4 മണിക്ക് ഇപ്പം എല്ലാ ദിവസവും എല്ലായിടത്തും എല്ലാം ഒന്നും കാണത്തില്ലല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് എൻ്റെ സ്ഥിരം ഒരു പരിപാടി ഇതാ. അപ്പം സ്ഥിരമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോർക്കും എന്നും അല്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ. ഇതിപ്പം ഇവിടെ 4 മണിക്കൊന്നുമില്ല. ഇവിടെ അപ്പച്ചനും അമ്മച്ചിക്ക് 4 മണിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്നൊരു ഇതുണ്ട്. ഇന്നലെയൊക്കെ ആണെങ്കിൽ പപ്സും അതും ഇതും ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. മിക്ക ദിവസവും വല്ലതൊക്കെ കടയിലൊക്കെ കാണും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ പോകാറില്ല. ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് ഒന്നുമില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ അരി മൂത്ത് വരാൻ ഇച്ചിരി താമസം എടുക്കും. എൻ്റെ അമ്മച്ചിയൊക്കെ പണ്ട് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടാണ് ഞാൻ ഈ അരി വറുക്കൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അവലോസ് പൊടി പോലെ തന്നെ നല്ല രസമാണ് ഇതിനെ കഴിക്കാൻ കേട്ടോ. ഇവിടുത്തെ അപ്പച്ചന് മധുരം പറ്റത്തില്ല. അപ്പം നമുക്ക് അപ്പച്ചന് മധുരം ഇല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അമ്മച്ചി മധുരം കഴിക്കും, അമ്മച്ചിക്ക് മധുരം ഇട്ട് ഞാൻ കൊടുക്കും. അപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്നുണ്ട് കേട്ടോ, ഉണ്ടല്ലേ. ഒരുപാട് പരിപാടിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായത്. അരി വറുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. പൊട്ടുന്ന സൗണ്ട് കേട്ടോ, ഇങ്ങനെ പൊട്ടണം കേട്ടോ. ഇങ്ങനെ പൊട്ടുന്ന നന്നായിട്ട് എല്ലാ അരികളും അങ്ങ് പൊട്ടണം കേട്ടോ. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാവേ. ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ കുറച്ച് വെക്കാം. അപ്പം നമ്മുടെ അരി ഏകദേശം ആയിട്ടുണ്ടേ, കണ്ടോ. എല്ലാം പൊട്ടി. ഇപ്പോൾ ഒന്നും പൊട്ടുന്നില്ല. അപ്പം ഒരു പൊട്ടാം. അതാണ് ഇതിൻ്റെ പരുവം.
പൊട്ടം പാരി മൂത്തെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കിത് എടുക്കാവേ. അപ്പം ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ ഒന്ന് നിരത്തി വയ്ക്കണേ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ആറാനെ കൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പം ഞാൻ അടുത്ത ചീനിച്ചട്ടി കൂടെ അടുത്ത ഒരു ഇച്ചിരി കൂടെ ഉണ്ട്, അതുകൂടെ വറുക്കട്ടെ. അത് ഇവിടെ വറുത്തിട്ട് അപ്പം ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. നമ്മളിവിടെ 3 പേരുണ്ടല്ലോ, അപ്പോൾ അത് പോരാ. അപ്പം ഇതുകൂടെ മൂത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ രണ്ടാമത്തെ അരിയും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അരിയെല്ലാം ഇവിടെ പൊട്ടി വന്നേ, എല്ലാം പൊട്ടി തീരാറായി. എല്ലാം പൊട്ടി കേട്ടോ. അപ്പം നമുക്ക് ഇതുകൂടെ അങ്ങ് എടുക്കാവേ. അപ്പം നമുക്ക് ഇതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആറാനെ. രണ്ടും കൂടെ മിക്സ് ആകുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് തണുത്തോളൂ. അപ്പം തണുക്കട്ടെ. ഇത് തണുക്കുമ്പോഴത്തേന് നമുക്ക് ഇതിനേക്ക് ആവശ്യം വെച്ചിട്ട് തേങ്ങ വേണമേ. അപ്പോൾ അത് ഞാൻ തിരുമ്മിക്കൊണ്ട് വരട്ടെ. അപ്പം ഞാൻ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കാപ്പിയുടെ വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് ഞാൻ പോയി തേങ്ങ തിരുമ്മിക്കൊണ്ട് വരാം. അപ്പോൾ 2 കാര്യം കൂടെ അങ്ങ് നടക്കുമല്ലോ. ഇതിലേക്ക് നമുക്ക് ഒരു ശകല ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ, അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് പൊടിയുമ്പോൾ എല്ലായിടും ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണേ. അപ്പം നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാവേ. മിക്സിയിലിട്ട് കൊടുക്കാവേ. എന്തോ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പച്ചൻ വിളിച്ച വിളി കേട്ട കാര്യം പറച്ചില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണേ. അപ്പം നമുക്കിത് ഒരുമിച്ച് തന്നെ പൊടിക്കാം, ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടതില്ലേ, നല്ല പൗഡർ പോലെ പൊടിഞ്ഞേ. ഇത് നമുക്ക് ഇനി തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പം നമുക്കിത് കൈ കൊണ്ട് ഞാൻ നന്നായിട്ട് തിരുമ്മി അങ്ങ് തേങ്ങയും പൊടിയും ഇതെല്ലാം കൂടെ അങ്ങോട്ട് സെറ്റാക്കുവാണേ. ഇതൊക്കെ കുഞ്ഞുനാളിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയുടെ പലഹാരങ്ങളൊക്കെയാണ് ഇതൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ പഴയ കാലത്തെ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് തരുന്ന പലഹാരം. അല്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ നമുക്ക് പപ്സും അങ്ങനെ ഉള്ളതൊന്നുമല്ല നമ്മുടെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് വലിയ പ്രിയമുള്ള പലഹാരമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കിതൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് കൊതി തോന്നുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുമുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര കുറച്ച് മാത്രമേ അപ്പച്ചന് പഞ്ചസാര വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇപ്പം പഞ്ചസാര ഇടുന്നില്ല. ഇത് ഇളക്കി സെറ്റാക്കി കഴിഞ്ഞ് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഞാൻ പഞ്ചസാര ഇടുന്നുള്ളേ. കണ്ടേ, ഇപ്പം കണ്ടോ, പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെയായി കണ്ടോ. അപ്പം അത് കഴിക്കാനും ബുദ്ധിമുട്ടില്ല, നനവും ഉണ്ട്, ടേസ്റ്റുമാണ്. അപ്പം ഞാൻ ഇത് മാറ്റി വെക്കട്ടെ.
അപ്പം ഞാനിത് കുറച്ചെടുത്ത് മാറ്റട്ടെ. കുറച്ച് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് അപ്പച്ചന് കൊടുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാമേ. പഞ്ചസാര ഒത്തിരി വേണ്ട, ഒരു മീഡിയം മധുരം മതി. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒരുപാട് മധുരം കൂടിയാൽ നമുക്ക് ആ ടേസ്റ്റ് അങ്ങോട്ട് പോവും. അപ്പം മീഡിയം മധുരം മതിയേ. അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് ഇളക്കട്ടെ. എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് പ്ലേറ്റ് കിടന്ന് ഓടുന്നുണ്ട്. അപ്പം നമുക്ക് ഫോണൊന്നും ഒരിടത്ത് വെച്ച് എടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു സ്റ്റാൻഡ് 300 രൂപയ്ക്ക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, ആ സ്റ്റാൻഡ് വെക്കാനൊന്നും ഒക്കില്ല, അതൊക്കെ ഇളകിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോസൊക്കെ ഒരു കൈ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുള്ളത്, എടുത്തേക്കണത്. നമുക്ക് ആരും എനിക്ക് ആരും സഹായിക്കാനൊന്നും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഒറ്റയാൾ പോരാട്ടം കൊണ്ട് ജീവിക്കണ ഒരാളാണ്. ഞാൻ ജീവിതത്തെ ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് സഹായത്തിന് ആരുമില്ല. ഞാൻ തന്നെയാണ് എൻ്റെ സഹായി. അപ്പം നമ്മുടെ അവലോസ് പൊടിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അവലോസ് പൊടി, അരി വറുത്ത് പൊടിച്ച അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പച്ചന് കൊടുക്കാനാണ്, ഇത് നമ്മുടെ അമ്മച്ചിക്ക് കൊടുക്കാനാണ്. ഇത് മധുരം ഉള്ളതും ഇത് മധുരം ഇല്ലാത്തതും, അതുകൊണ്ടാണ് പ്ലേറ്റ് ഇങ്ങനെ വ്യത്യാസമായത്. പിന്നത് കട്ടൻ കാപ്പി, ഇതും ഗ്ലാസ് വ്യത്യാസമാണ്. ഇത് കണ്ടോ, ഇത് മധുരം ഇല്ലാത്ത അപ്പച്ചനുള്ളത്, ഇത് മധുരമുള്ള അമ്മച്ചിക്കുള്ളത്. അപ്പം രണ്ടും, അല്ലെങ്കിൽ അപ്പച്ചന് ഭയങ്കര ഷുഗറുള്ള ആളാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അവർക്ക്, വ്യത്യാസം മാറിപ്പോവാതിരിക്കാനെ കൊണ്ട്. അപ്പം എൻ്റെ ഈ 4 മണി പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആരും എൻ്റെ എല്ലാവരും എൻ്റെ ചാനൽ കയറി കാണണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരെന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, ടാറ്റാ.